ഭരണമാറ്റം വേണം എന്ന കെ അച്യുതാനന്ദന്റെ പ്രസ്താവന ഗൗരവത്തിൽ കാണുന്നുവെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചത്. സച്ചിദാനന്ദൻ ഒരു ഇടതുപക്ഷ ബന്ധുവാണ്. ബന്ധുക്കൾ പുകഴ്ത്തണം എന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സച്ചിമാഷ് ഞങ്ങളുടെ ബന്ധുവാണ്, ഇടതുപക്ഷ ബന്ധുവാണ്. അത്തരം ബന്ധുക്കൾ എല്ലാ വാക്കിലും എല്ലാ നോട്ടത്തിലും ഞങ്ങളെ പുകഴ്ത്തിയേ തീരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് LDFനെ പറ്റി ഒരു വിമർശനമുണ്ടെങ്കിൽ അതൊന്ന് പറയട്ടെ. വിമർശനം കേട്ടാൽ ഇടതുപക്ഷം കാതുപൊത്തി പിടിക്കില്ല, അസഹിഷ്ണുവാകില്ല. സച്ചിമാഷ പോലെയാണ് കാര്യം പറയുമ്പോൾ ഞങ്ങളതിനെ ആ ഗൗരവത്തിൽ കാണും. ലിജോ റോളൻസ് കൂടുതൽ വിവരങ്ങളുമായി. ലിജോ, CPIയും അതിനോട് വളരെ ക്രിയേറ്റീവായി പ്രതികരിക്കുകയാണ്. അത്തരത്തിൽ തന്നെയാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതായത് കേരളത്തിൽ നല്ലത് മുന്നണികൾ മാറി മാറിയുള്ള ഭരണം എന്നുള്ളതായിരുന്നു സച്ചിദാനന്ദൻ പറഞ്ഞ ആ ഒരു കാര്യത്തിന്റെ ഒരു പ്രധാന ക്രക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ പ്രതികരണം ചോദിച്ച സമയത്താണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. സച്ചിദാനന്ദൻ പറഞ്ഞ പ്രസ്താവനയോട് ഒരിക്കലും കാത് പൊത്തില്ല, LDF ഒരിക്കലും കാത് പൊത്തില്ല. നിർദ്ദേശം ഗൗരവത്തോടുകൂടെ തന്നെ കാണും. കാരണം സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് എപ്പോഴും ഇടതുപക്ഷത്തിന് ഒരു അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധുവിനെ പോലെയാണ്. ബന്ധുക്കൾ എപ്പോഴും പുകഴ്ത്തുക മാത്രം ചെയ്യണം എന്നുള്ള ഒരു നിലപാട് LDFനില്ല. മറിച്ച് വിമർശനങ്ങൾ കൂടി ഉയർത്തിക്കഴിഞ്ഞാൽ അതിനെ ആ ഒരു ഗൗരവത്തോടുകൂടെ കാണുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞത്. തിരിച്ചൊരു തിരുത്തലുകൾ വരുത്തുമെന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് M സ്വരാജ് ആണ് മറുപടി പറഞ്ഞത്. M സ്വരാജ് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. അതായത് അടുത്ത LDF സർക്കാർ വരുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ഗൗരവത്തോടുകൂടെ കണ്ടുകൊണ്ട് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ നിലപാടെന്ന് പറയുന്നത് കൃത്യമായിരുന്നു. അതായത് ആ ഒരു പറഞ്ഞ കാര്യത്തിന്റെ അതിന്റെ ഗൗരവത്തോടുകൂടെ കാണുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യും. അതല്ലാതെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേട്ടാൽ അതിനെ അസഹിഷ്ണുതയോടുകൂടെ നേരിടുന്ന ഒരു രീതിയല്ല ഇടതുപക്ഷത്തിനുള്ളത്. അത് പരിഗണിക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ശരി, ലിജോ വിവരങ്ങൾ നൽകിയത്. ബിനോയ് വിശ്വവും അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ തുടർഭരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ അതിനെ തള്ളാൻ കഴിയാത്ത പ്രശ്നം CPIനുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ബംഗാളിലെ പരാജയത്തിന് പിന്നാലെ പാർട്ടി കണ്ടെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയും അഹങ്കാരവും തുടർഭരണത്തിന്റെ ഉപോൽപ്പന്നമായിരുന്നു എന്ന് ബംഗാളിലെ 2011 പരാജയത്തിന് ശേഷം പാർട്ടി കണ്ടെത്തുകയാണ്. ടേക്കിംഗ് പീപ്പിൾ ഫോർ ഗ്രാൻഡഡ്, ജനങ്ങളുടെ ഒരു അംഗീകാരത്തെയും അവരുടെ വാഞ്ചയെയും അവരുടെ അഭിപ്രായത്തെയും എടുത്തു കളഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നൊരു നില പാർട്ടി സ്വീകരിച്ചതാണ് പ്രശ്നമായത്. ഭരണകൂടവും പാർട്ടിയും ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുകയും ബ്യൂറോക്രസി ആൻഡ് ബോസിസം, കരിയറിസം എന്നിവ വർദ്ധിച്ചു. ഞങ്ങൾ അതിൻ്റെ ചീഫാണ്, ഞങ്ങളതിൻ്റെ അധികാരികളാണ് എന്ന ഒരു ഫീൽ കോമ്രേഡ്സിനിടയിൽ ഉണ്ടായി. ഇതൊരു കരിയറാക്കി പൊളിറ്റിക്സിനെ എടുക്കാം എന്ന ആൾക്കാർ കരുതി എന്നാണ് പാർട്ടി കണ്ടെത്തിയ കാര്യം. അധികാരവും അഴിമതിയും അതിൻ്റെ ദുരുപയോഗവും, അതായത് ബുദ്ധ ഭട്ടാചാര്യ തന്നെ പറയുന്നു, ചിലർ പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചു എന്നാണ്. ജനങ്ങൾ അതിനുള്ള ശിക്ഷ നൽകി. പാർട്ടി അംഗങ്ങളും നേതാക്കളും അഴിമതിയിലൂടെ ജനവിശ്വാസം നഷ്ടപ്പെടുത്തി. തുടർ ഭരണമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. സിന്ദൂർ നന്ദിഗ്രാം വിഷയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് വ്യവസായവൽക്കരണ നയത്തിലെ തെറ്റുകൾ, ഇടതുപക്ഷ നയങ്ങളിലുണ്ടായിട്ടുള്ള വീഴ്ചകൾ, സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഇവയെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം കോർ റീസൺ ആയിട്ട് പാർട്ടി എന്ന് കണ്ടെത്തിയത് തുടർ ഭരണം സഖാക്കളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംസ്കാര മാറ്റം, വികാരമാറ്റം എന്നിവയായിരുന്നു. അതുകൊണ്ട് തുടർ ഭരണം ചില പുഴുക്കുത്തുകളെ സൃഷ്ടിക്കാം എന്ന ഒരു വിശകലനം CPIഎമ്മിനെ കുറിച്ച് സച്ചിദാനന്ദനെ പോലെ ആൾ നടത്തിയാൽ സൈദ്ധാന്തികമായി ഇതിനെ തള്ളിക്കളയാൻ കഴിയില്ല CPIഎമ്മിന് എന്ന പ്രശ്നം സമീപ പശ്ചാത്തലത്തെയും കൂടി മുൻനിർത്തിക്കൊണ്ട് പറയേണ്ടി വരും. ശരി.